മലയാളികൾക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ചൂട് ചായ നിർബന്ധമാണ്. പലരും ചായയുടെ ടേസ്റ്റ് കൊണ്ടല്ല അത് കുടിക്കുന്നത്, പകരം അത് തരുന്ന ഒരു ഇമോഷൻ കൊണ്ടാണ്. ചായയ്ക്ക് പകരം കുടിക്കാൻ, തൊണ്ടയ്ക്കൊരു സുഖം കിട്ടാനൊക്കെ അതിന് പകരമായി ഞാൻ കണ്ടുപിടിച്ചൊരു ഡ്രിങ്കാണിത്. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയും ഉലുവയുമാണ്. കുറച്ചു നേരം ഞാൻ സിമ്മിലിട്ട് തിളപ്പിച്ചിട്ട് നേരിയ ചൂടോടെ രാവിലെതായി പൂക്കളൊക്കെ കണ്ടിരുന്ന് കുടിക്കും. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് മുതൽ അടുത്ത 100 ദിവസത്തേക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഓരോ റെസിപ്പീസ് ഞാൻ ഇടുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സീസണൽ ഫുഡ്സും സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് ചക്കപ്പുഴുക്ക്. സോ ബേസിക്കലി പഴുക്കാത്ത ചക്കയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണെങ്കിലും അതിൽ കൂടുതലും കാർബാണ് അടങ്ങിയിരിക്കുന്നത്. സോ നമ്മളിവിടെ അതിനെ കുറച്ച് ബാലൻസ് ചെയ്യാനായി പ്രോട്ടീന് വേണ്ടി മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഫൈബറിനും ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാനൊക്കെ ആയിട്ട് മുരിങ്ങയുടെ ഇലയും തേങ്ങയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പലർക്കും ഇപ്പോഴും അറിയില്ല നമ്മുടെ മലയാളി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ബാലൻസ് ചെയ്ത് കഴിക്കണമെന്നത്. പൊതുവേ നമ്മുടെ ആഹാരത്തിൽ അരിഭക്ഷണം അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലും പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും അളവ് കുറവുമാണ്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇപ്പോഴും കരുതിയിരിക്കുന്നത് ഡയബറ്റിസ്, അതായത് ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ PCOD ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറൊത്തിരി ചാടിയിട്ടുണ്ട് അത് കുറയ്ക്കാനൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കഴിക്കേണ്ടതെന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഇതുപോലെ ബാലൻസ്ഡ് ആയിട്ടാണ്, ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാരും ഡിസീസ് കണ്ടീഷനുള്ള ആൾക്കാരും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് പോർഷൻ കൺട്രോളൊക്കെ ചെയ്തിട്ട് കഴിച്ചാൽ മതി. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ പെയർ ചെയ്യാം. ഇത് നമ്മൾ എന്തിൻ്റെ കൂടെ പെയർ ചെയ്താണ് കഴിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ ചിക്കനാണ് എടുക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.